ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്ക് ഇന്ന് പഴയ കാർഡ്ബോർഡ് ബോക്സ് വെച്ചിട്ട് ഒരു ഡെസ്ക് ഓർഗനൈസർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നമുക്കിത് ആദ്യം തന്നെ കാർഡ്ബോർഡ് പീസ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അത് ഗം വെച്ചിട്ട് ഒട്ടിക്കണം. ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഈ കാർഡ്ബോർഡിൻ്റെ പുറം ഭാഗം മൊത്തം ബ്ലാക്ക് കളർ പേപ്പർ വെച്ചിട്ട് ഒട്ടിക്കുക. ഇനി നമുക്ക് ഈ ബോക്സിൻ്റെ അകം ഡിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെയുള്ള 3-4 കുഞ്ഞ് കാർഡ്ബോർഡ് പീസുകൾ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അത് വൈറ്റ് കളർ പേപ്പർ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കണം. ഇതേപോലെ 3 കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് അത് വൈറ്റ് പേപ്പറും കൊണ്ട് കവർ ചെയ്യണം. പിന്നെ ഒരു കുഞ്ഞ് കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് അത് ബ്ലാക്ക് പേപ്പർ വെച്ചിട്ട് കവർ ചെയ്യണം. പിന്നെ കാർഡ്ബോർഡ് പീസ് എടുക്കുമ്പോൾ ഇത് നമ്മുടെ ബോക്സിൻ്റെ ഹൈറ്റിനനുസരിച്ച് വേണം എടുക്കാനായിട്ട്. അതേപോലെ അതിൻ്റെ വിഡ്ത്തിന് പാകത്തിനായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഈ ബോക്സിൻ്റെ അകത്തായിട്ട് വൈറ്റ് കളർ പേപ്പർ ഒട്ടിക്കുക. താഴെയും സൈഡ് ഭാഗത്തായിട്ടും വൈറ്റ് പേപ്പർ ഒട്ടിക്കണം. ഇനി ഈ വൈറ്റ് പേപ്പർ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ബോക്സിൻ്റെ അകം 3ആയിട്ട് തിരിക്കാം. അപ്പോൾ നമ്മൾ സ്കെയിൽ വെച്ചിട്ട് 3 പോയിൻ്റ് മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ ഒട്ടിക്കാൻ പാകത്തിന്. അപ്പോൾ ഞാനിപ്പോൾ 6, 4, 4 എന്ന് പറഞ്ഞാണ് പോയിൻ്റ് മാർക്ക് ചെയ്യണത്. എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന കാർഡ്ബോർഡ് പീസ് ആ പോയിന്റിൽ ഒട്ടിച്ചു കൊടുക്കുക. കൃത്യമായിട്ട് നല്ല പോലെ പശ തേച്ച് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ബ്ലാക്ക് കളർ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തിരുന്ന കാർഡ്ബോർഡ് പീസ് കൊടുക്കുക. എന്നിട്ട് അത് 6, 4, 4 സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ ബോക്സിൻ്റെ നടുഭാഗത്തായിട്ട് വെച്ച് ഒന്നും കൂടി 2ആയിട്ട് തിരിക്കുക. ഇത് പേപ്പർ ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ നല്ലോണം ഒട്ടും. ഗ്ലൂ ഗണ്ണൊന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഫെവിക്കോൾ വെച്ചിട്ട് തന്നെ നല്ലപോലെ ഒട്ടിയിരുന്നോളും. പിന്നെ കുറച്ച് വൈറ്റ് പേപ്പർ വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അത് നമ്മൾ ബ്ലാക്ക് ഒട്ടിച്ചതിൻ്റെ മേളിലായിട്ട് ഇതേപോലെ ഡോട്ട്സ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.